എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ പേര് സൗമ്യ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റാണ്, ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ് ഉണ്ടാവും. അത്ര വലിയ പടം വരയ്ക്കാനൊന്നും അറിയാത്ത ആൾക്കാർക്കൊക്കെ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്നെ പോലെയുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് കളേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിൽ കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ബോട്ടിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം കേട്ടോ. അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചേക്കണതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫാബ്രിക് കളേഴ്സ് വേണം. ഞാൻ ഇവിടെ യെല്ലോ, വൈറ്റ്, പിന്നെ ഞാൻ എടുത്തേക്കണ കറുപ്പാണ്. ഞാൻ ലൂസായിട്ട് വാങ്ങിച്ചാണ്, അത് ഞാനത്തെ ഡബ്ബയിൽ. അപ്പോൾ നമുക്ക് ഫാബ്രിക് കളർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാട്ടോ കളർ. ഫാബ്രിക് കളേഴ്സ് വേണം. പിന്നെ ബ്രഷ് അല്ലെങ്കിൽ സ്പോഞ്ച്. നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്പോഞ്ച് ആയിരിക്കും നല്ലത്. ഞാനിത് പാത്രം കഴുകണ സ്പഞ്ച് കഴുകിയെടുത്തേക്കണതാണ്. നിങ്ങളുടെ വീട്ടിൽ എന്ത് റെഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കണ സ്പഞ്ച് മതി. നമ്മൾ ബ്രഷ് ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ വരകൾ വരും, അതുകൊണ്ടാണ്. പിന്നെ ഒരു ട്രേ, അത് ഒരു പാത്രം മതി, ഒരു പ്ലേറ്റ് ആയാലും മതി, നമ്മളിങ്ങനെ കളേഴ്സൊക്കെ മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ മെയിനായിട്ടുള്ള സാധനങ്ങളാണ് യൂപിൻ, പിന്നെ തീപ്പെട്ടിക്കോല്, പിന്നെ ബഡ്സ്. ഇത് മൂന്നാണ് നമ്മുടെ മെയിൻ ആയുധങ്ങൾ കേട്ടോ ഈ ബോട്ടിലാട്ടിന് വേണ്ടി. എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളല്ലേ. അപ്പം ഇത് മൂന്നുമാണ് നമ്മുടെ ഇത് മൂന്നും വേണം. അപ്പോൾ ആദ്യം ഞാൻ ഒരു കോട്ടിങ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്പഞ്ച് വെച്ചിട്ട് വൈറ്റ് കളർ പെയിൻറ് ഓരോ കോട്ട് അടിച്ചതിൻ്റെ ക്ലിപ്പ് എൻ്റെ നിന്ന് പോയി. ഞാനപ്പോൾ അടിച്ച് ഉണക്കിയിട്ടുണ്ട്. ഓരോ കോട്ട് അടിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം അടുത്ത കോട്ട് അടിക്കുക. ഇപ്പം ഞാൻ സെക്കൻഡ് കോട്ട് അടിക്കണേ കേട്ടോ, വൈറ്റ് കളർ. നമ്മൾ വൈറ്റ് കളർ ബേസ് കൊടുക്കണത് എന്തിനാന്ന് വെച്ചാൽ വേറൊരു നല്ല കളേർഡ് ആയിട്ടുള്ള, ഇപ്പോൾ യെല്ലോ കളർ അടിക്കുകയാണെങ്കിൽ അതിന് നന്നായിട്ട് ഇടുപ്പ് കിട്ടണമല്ലേ കളർ. ഇപ്പോൾ ബ്ലാക്ക് കളറിലാണെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതിനായിട്ടാണ് ആദ്യം നമ്മൾ വൈറ്റ് ബേസ് കോട്ട് അടിക്കണത്. അപ്പം ഞാൻ രണ്ടാമത്തെ കോട്ട് അടിക്കുകയാണ്. സ്പഞ്ച് വെച്ച് ഇങ്ങനെ നമ്മൾ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടാമത്തെ കോട്ട് ഉണങ്ങിയിട്ടാ, നന്നായിട്ട് ഉണങ്ങി, നന്നായിട്ട് എല്ലായിടത്തും അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കളർഫുൾ കോട്ടിങ് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ യെല്ലോ ആണ് എടുത്തേക്കണത്. അപ്പോൾ മഞ്ഞ കളർ ഞാൻ ആ ട്രെയിലിട്ടിട്ട് ഇങ്ങനെ സെയിം ഡാബ് ചെയ്ത് തന്നെ കൊടുക്കുകയാണ്. ഡാബ് ഡാബ് ഡാബ്. ഈവൻലി സ്പ്രെഡ് ആവും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ. മറ്റേ ബ്രഷ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ആ ബ്രഷിൻ്റെ വരയും വരും, അത്ര നമുക്കൊരു ഫിനിഷിങ് ലുക്ക് വരില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പഞ്ച് ഉപയോഗിക്കാൻ പറയുന്നത്. സ്പഞ്ച് ഇല്ലാത്തൊരു ബ്രഷ് ആയാലും മതി കേട്ടോ. അങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതാക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ആ പെയിന്റ് ഇങ്ങനെ ഒലിഞ്ഞൊലിഞ്ഞ് പോരും. വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി. അപ്പം അത് നന്നായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള്. നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡിസൈൻ കൊടുക്കാം അല്ലേ. ഡിസൈനായിട്ട് ഞാൻ ആദ്യം ബ്ലാക്ക് കളർ എടുക്കുകയാണ്. ബ്ലാക്ക് കളർ ഒഴിക്കുകയാണ്. ഞാൻ ആ ലിഡിൽ തന്നെയാണ് ഒഴിക്കുന്നത്. പിന്നെ ഞാൻ ആ ട്രേക്ക് വൈറ്റ് കളർ ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ക്യൂട്ടിപ്പില്ലേ, ക്യൂട്ടിപ്പ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ബ്ലാക്കിൽ മുക്കിയിട്ട്, ക്യൂട്ടിപ്പോ ബഡ്സോ നിങ്ങൾ എന്താണ് പറയാതെ, അത് ഞാൻ ഇതിൽ റാൻഡമായിട്ട് ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് വരും.
തീപ്പെട്ടിക്കുള്ളി എടുത്തിട്ട് ഞാൻ അതിൻ്റെ നടുക്ക് ഒരു ഡബിൾ ഷെയ്ഡ് ലുക്ക് വരാനായിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇട്ടാം. ഫസ്റ്റ് നമ്മൾ ഒരു ലൈൻ പോലെ ചെയ്യണം. കണ്ടോ, കാണും മനസ്സിലാവും. ലൈൻ പോലെ ഒരു കുരിശ് പോലെ നമ്മൾ ആദ്യം ഡോട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഈവൺ ആയിട്ട് ചുറ്റോട് നമുക്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഡിസൈൻ കൊടുക്കണമെന്നില്ല കേട്ടോ. ഒരു നിങ്ങളുടെ ഇതുപോലെ അത് ക്രിയേറ്റിവിറ്റി പോലെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഒരു വീഡിയോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ. ലോക്ക്ഡൗണിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഇതേപോലെയുള്ള കുപ്പികൾ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക് ബോട്ടിലായാലും അതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമായിട്ടുള്ള വീട്ടിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.